ഹലോ ചങ്കുകളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മാളക്കാരി റഹീമ കൊച്ചു RK ഏഞ്ചൽസിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? സുഖമാണെന്ന് കരുതുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ചെറിയ പനിയൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് പനി ഇങ്ങനെ വന്നും പോയി നിൽക്കണൊക്കെ ഉണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പൊ എല്ലാവരും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ പോയി കാണണോട്ടെ, വെച്ചോണ്ടിരിക്കരുത്. അപ്പൊ ഞാൻ നാളെ ഡോക്ടറെ അടുത്ത് പോയി കാണണം. ഇന്നിപ്പോ ഒരു പാരസിറ്റാമോളൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ മാള ഫെറോന പള്ളി, അതായത് മാളപ്പള്ളി, അവിടെ അമ്പതിരുന്നാളാണ് ഈ ശനി ഞായറും. അപ്പൊ ഇന്നലെ കൊടിയേറ്റം കഴിഞ്ഞു. അപ്പൊ ഇന്ന് അതിന്റെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പോവുകയാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങളുടെ മാളപ്പള്ളിയുടെ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മാളപ്പള്ളി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാൻ ചങ്കകളെ. അപ്പൊ എന്റെ വീട്ടിൽ എന്റെ വീട് പൂപ്പത്തിയിലാണ്. മാളയിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. അപ്പൊ മാളപ്പള്ളി എന്ന് പറയുന്നത് ഞാൻ പഠിച്ച സ്കൂളിന്റെ ഇടവകയും കൂടിയിട്ടാണ്. ആ പള്ളി സ്കൂളിലാണ് ഞാൻ 10 വരെ പഠിച്ചത്. അപ്പൊ ഒരുപാട് നൊസ്റ്റാൾജിക്കൽ അത്രയും ഒരു ഫീലിംഗ് ഉള്ളൊരു പള്ളിയാണ് കേട്ടത്. കാരണം കുട്ടിക്കാലത്ത് അവിടെ സിമിത്തേരിയിലൊക്കെ പോണത്, അവിടെ സിമിത്തേരിയിൽ നിന്ന് പൂവ് എടുക്കണതൊക്കെ, അതൊക്കെ ഒരു വലിയൊരു മെമ്മറിയാണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മെമ്മറിയാണ്. അപ്പൊ ഞാൻ ആ പള്ളിയിലേക്കാണ് ഇപ്പൊ പോണത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ മാളപ്പള്ളി കാണിച്ചു തരാം. അവിടുത്തെ അമ്പ് വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ കൂടുതൽ വീഡിയോസ് ഇതിപ്പോ ഇന്നത്തെ ജസ്റ്റ് വീഡിയോസ് ഞാൻ ഇടുന്നുള്ളൂ. അപ്പൊ അമ്പ് പെരുന്നാളിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മാളപ്പള്ളിയിലേക്ക് പോകാം. അപ്പൊ വരൂ ചങ്കുകളെ, വാ. അപ്പൊ ചങ്കളെ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്, നമ്മ നേരെ മാളയ്ക്കാ പോകുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ വീടിന്റെ താഴത്തായിട്ടൊരു അമ്പലം ഉണ്ട് കേട്ടോ, ദൈവത്തിങ്കൽ അമ്പലം. അവിടെ ഇന്ന് ഉത്സവമാണ്. അപ്പൊ പോണ വഴിക്ക് നമുക്ക് അതും ഒന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പൊ ചങ്കളെ, നമ്മൾ വീടിന്റെ താഴത്തെത്തി. ഇതാണ് ദൈവത്തിങ്കൽ അമ്പലം. അവിടെ കൊട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ അമ്പലത്തിന്റെ കാഴ്ചകൾ കാണാം. ഓക്കെ. അപ്പൊ കണ്ട ചങ്കള, ഇതാണ് നമ്മുടെ ദൈവത്തിങ്കൽ അമ്പലം. അപ്പൊ ഇവിടെ ഉത്സവമാണ്, അവിടുത്തെ കൊട്ടുമേളൊക്കെ കേൾക്കുന്നുണ്ട്. ഇന്ന് പ്രതിഷ്ഠാ മഹോത്സവമാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ മാളയ്ക്ക് പോവാ. ഇത് തങ്കുളത്താണ് കേട്ടോ. തങ്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് ദൈവത്തിങ്കൽ അമ്പലവും. അപ്പൊ നമ്മളിനി നേരെ മാളയ്ക്ക് പോവേണ്ട ചങ്കളെ. അപ്പൊ ചങ്കളെ, നമ്മ മാള ടൗണിലേക്ക് കയറി. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഗ്രീൻ പാർക്കിന്റെ ഏരിയ കേട്ടോ. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ മുൻവശമാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഏരിയ. ഇപ്പം ഇവിടെ നിങ്ങൾ നേരെ കുറച്ച് പൊക്കത്തേക്ക് കയറുമ്പോഴാണ് മാളപ്പള്ളി. അപ്പോൾ ഇന്നലെ കൊടിയേറിയതാണ്. അപ്പോൾ നാളെയൊക്കെ പരിപാടികളുണ്ട്. അപ്പോൾ മാളപ്പള്ളിയിൽ അമ്പ് പെരുന്നാളാണ്. നാളെ മാതാവിൻ്റെ പെരുന്നാളാണ്, ജനന തിരുനാളാണ് നാളെ മാതാവിൻ്റെ. അപ്പോൾ അമ്പ് പെരുന്നാൾ, മാളപ്പള്ളിയിൽ അമ്പ് പെരുന്നാൾ അന്യായ അടിപൊളി പെരുന്നാളാണ് ചങ്കളെ. അപ്പോൾ എല്ലാവരും കാണാൻ വരണം. കണ്ടുവന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, അടിപൊളി പെരുന്നാളാണ് മാളപ്പള്ളിയിൽ അമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് പെരുന്നാൾ. അപ്പോൾ നമ്മൾ മാളയിലെ ജംഗ്ഷനിൽ എത്തിപ്പൊക്കത്ത് നേരെ കാണുന്നത് സിനഗോഗാണ് കേട്ടോ. യഹൂദന്മാർക്കിടെ പള്ളിയാണ് ആ കാണുന്നത്, പണ്ടത്തെ. അതിനെപ്പറ്റിയൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഉൾവശമൊക്കെ നിങ്ങൾക്ക് ഒരിക്കൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നേരെ ഇത് ചാലക്കുടി റൂട്ട്, മാള ടൗണിൽ നിന്ന് നേരെ വലത്തോട്ടേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ മാള ഫെറോന പള്ളി കാണാം. ഇത് നേരെ പോകുന്നത് ചാലക്കുടി ഇരിങ്ങാലക്കുട ആ റൂട്ടാണ്, തൃശ്ശൂർക്കൊക്കെ പോകുന്നൊരു റൂട്ടാണിത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് 2 സൈഡിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം ഞാൻ പള്ളിയുടെ ലൈറ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെന്നത്. പക്ഷെ പള്ളിയുടെ ലൈറ്റ് നാളെ കത്തിക്കുള്ളൂ എന്ന് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു. കാരണം ലൈറ്റുകൾ എല്ലായിടത്തും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, എല്ലായിടത്തും സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മളെ മാളപ്പള്ളിയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ചങ്കളെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഞാൻ ഈ ഫുൾ കാഴ്ചകൾ തന്നെ കാണിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് പള്ളിയിൽ കയറാം അല്ലേ. അപ്പോൾ മോൾ വശമൊക്കെ നല്ല ഭംഗിയിൽ തോരണങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്.
പതിവ് പോലെ തന്നെ ഇവിടെ അമ്പൂരിനാളിൽ നല്ല അലങ്കാരപ്പണികളാണ് എല്ലായിടത്തും. ഇപ്പം ഞാൻ പഠിച്ച സ്കൂളും ഇതാണ്. എൻ്റെ നാടാണ് കേട്ടോ മാള, അറിയാലോ എല്ലാവർക്കും. മാളക്കാരി റഹീമ കൊച്ചു. അപ്പോൾ ചങ്കളെ നമ്മളിതേ വീടുകളൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ, ഏതൊക്കെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. റോഡ് സൈഡിലുള്ള വീടുകളായതുകൊണ്ടാണ് ഇത്രയും അലങ്കാരം, കാരണം പള്ളിയോട് ചേർന്നുള്ള വീടുകളല്ലേ. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മാളക്കുളം വരെ ഉണ്ട് ഈ ലൈറ്റ് ഇട്ട്, അറ്റം വരെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പെരുന്നാളുകൾ, ഉത്സവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആഘോഷം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആഘോഷം തന്നെയാണ് ചങ്കളെ. അപ്പോൾ നമ്മൾ തിരിച്ച് മാളപ്പള്ളിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാള ഫൊറോനപ്പള്ളി. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് പോകാം. അപ്പോൾ പുറമേ നിന്നുള്ള കാഴ്ചകൾ ഇതാണ്. ലൈറ്റുകളൊന്നും ഇട്ടിട്ടില്ല. പുറത്തുള്ള ലൈറ്റ്, റോട്ടിലുള്ള ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. പള്ളിയുടെ മുമ്പിലുള്ള ലൈറ്റ് ഇട്ടിട്ടില്ല. അവിടെ പള്ളി മൊത്തം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ മനോഹാരിതൊക്കെ ഞാൻ നിങ്ങൾക്ക് നാളെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നിറച്ചും പെട്ടിക്കടകളൊക്കെ വന്നിട്ടുണ്ട് ചങ്കളെ. പെട്ടിക്കടക്കാരൊന്നും സെറ്റാക്കിയിട്ടില്ല, എല്ലാവരും സെറ്റാക്കുന്നുള്ളൂ. നിറച്ചും കടകളുണ്ടാവും ഇനി ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മുടെ സ്കൂൾ. ഇതാണ് എൻ്റെ സ്കൂളിൻ്റെ ഗേറ്റ്. സ്കൂളിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഒരു വട്ടം ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോസൊക്കെ ഞാൻ ഒന്നും കൂടി വന്നെടുത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മാളപ്പള്ളിയുടെ സ്കൂളാണ് കാണുന്നത് കേട്ടോ. ഞാൻ പഠിച്ച സ്കൂളാണ് ആ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒത്ത നടുവിലൊരു കുരിശൊക്കെ ഉണ്ട്. നമ്മുടെ നുണക്കുഴി എന്ന ആൽബം നമ്മൾ ഇവിടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് സീൻ ഇവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് നേരെ പള്ളിയിലേക്ക് പോകാൻ ചങ്കളെ. വണ്ടികളൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പള്ളിയിൽ പോകാം. അപ്പോൾ അവിടെ ഗാനമേള നടക്കുന്നുണ്ട്. ഏത് ട്രൂപ്പിൻ്റെ ആണെന്ന് എനിക്ക് വലിയ പിടിപാടില്ല, പക്ഷെ അടിപൊളി ഗാനമേളയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പള്ളിയുടെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അവിടെ വലതുവശത്ത് നമ്മൾ ചെല്ലുമ്പോഴാണ് സിമിത്തേരി. ഞാനവിടെ ചെറുപ്പത്തിലൊക്കെ നമ്മളെപ്പോഴും വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ അവിടെ പോകും. അവിടുന്ന് പോയി റോസാപ്പൂക്കളൊക്കെ എടുത്തുകൊണ്ട് വരാറൊക്കെ ഉണ്ട്. അന്നൊന്നും ബോധമില്ലല്ലോ. ഇന്നും വലിയ കാര്യമായിട്ട് ബോധമൊന്നുമില്ല, എന്നാലും അന്നൊട്ടും ബോധമില്ലല്ലോ. അപ്പോൾ ചങ്കളെ ഇതേ പള്ളിയുടെ മുകൾ വശത്ത് ലൈറ്റ് കിട്ടാനുണ്ട്. അത് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. നാളെയാണ് ലൈറ്റൊക്കെ സ്വിച്ച് ഓൺ എന്ന് തോന്നണേ, നാളെ തോന്നണേ. അപ്പോൾ നമുക്ക് ഗാനമേള ഒന്ന് പോയി കാണാം. നമ്മുടെ 2 അച്ഛന്മാരവിടെ നിൽക്കുന്നുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അവരങ്ങോട്ട് തിരിഞ്ഞതായിരുന്നു, പറയാൻ പറ്റില്ല ചങ്കളെ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. പാട്ടൊക്കെ അടിപൊളിയായിട്ട് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ചങ്കളെ. അപ്പോൾ ഈ തവണ ഗാനമേള നടക്കുന്നത് നമ്മുടെ പള്ളിയുടെ ബാക്കിലാണ് ചങ്കളെ. പള്ളിയുടെ ബാക്കിലൊരു വലിയൊരു ഹാളുണ്ട്, കല്യാണമൊക്കെ നടക്കുന്നൊരു ഹാളുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇത്തവണ ഗാനമേള നടക്കുന്നത്. വലിയൊരു സ്റ്റേജൊക്കെ ആയിട്ട് അവിടെയാണ് സെറ്റ് ചെയ്തേക്കണം. നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് എല്ലാ കൊല്ലവും ഗാനമേള നടക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഇന്ന് സ്പെഷ്യലായിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഇവിടെ നടത്തുന്നത്. ആൾക്കാർ അത് കാരണം കുറവാണ്. കാരണം സ്കൂൾ ഗ്രൗണ്ട് ആകുമ്പോൾ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഇഷ്ടംമാതിരി ആൾക്കാരുണ്ടാകും. ഇപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ കുറച്ച് പേരുണ്ടായുള്ളൂ കേട്ടോ. ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഞങ്ങളിവിടെ ചെന്നത്, അതുകൊണ്ടായിരിക്കും ആൾക്കാർ കുറവായിട്ട് കണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിൽ കൂടെ പോയിട്ട് നമുക്കൊന്ന് സ്റ്റേജിൻ്റെ പരിസരമൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. എന്തോരം ആൾക്കാരൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇന്നലെ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് നിറച്ചും പടക്കത്തിൻ്റെ സംഭവങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇന്നലെയും ഭയങ്കര ആഘോഷമായിരുന്നു. നാളെ നല്ല ആഘോഷമാണ്. നാളെ മാതാവിൻ്റെ പെരുന്നാളല്ലേ. അപ്പോൾ നാളെ ഗംഭീര പരിപാടിയായിരിക്കും ചങ്കളെ. അപ്പോൾ ചങ്കളെ നമ്മൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പാട്ടുകളാണ് കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ ഉണ്ടായ പാട്ട് നല്ല സെറ്റ് പാട്ടായിരുന്നു. നമ്മുടെ വിജയിൻ്റെ സിനിമയിലത്തെ ഞാൻ വരവായി ആ പാട്ടില്ലേ, അതേതാ പാട്ട്? അതേതൊരു പൊന്നു പാട്ട്? ഏതൊരു പാട്ട്? ഞാൻ റെഡിതാ വരാ, അന്ത പാട്ട് താനാർന്ന്. അപ്പം നമ്മൾ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ആൾക്കാരുണ്ട് കേട്ടോ, അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും കുറേ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ചങ്കളെ. പക്ഷേ ഞാൻ നോക്കുമ്പോൾ വേറെ ആരും കളിക്കണമൊന്നും കാണുന്നില്ല. പിന്നെ ബാക്ക് വശത്ത് എല്ലാവരും കുറേ ചേട്ടന്മാരൊക്കെ മാത്രമേ ഉണ്ടായുള്ളൂ. അത് കാരണം പിള്ളേർ സെറ്റൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അടിച്ചു പൊളിച്ച് ഡാൻസ് കളിച്ചേനെ. പക്ഷെ അവിടെ ആരും ഡാൻസൊന്നും കളിക്കുന്ന കാണുന്നില്ല. പിന്നെ എൻ്റെ കൂടെ മക്കളും ഉണ്ടായില്ല. മക്കളുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞേനെ.
അപ്പോൾ നമുക്കതിൻ്റെ അവസരം കിട്ടില്ല ചങ്കൾ. എന്തായാലും ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച അടിപൊളി പരിപാടി ആയിരിക്കും. അന്ന് എന്തായാലും തലകുത്തി മറയണമെന്ന് വിചാരിച്ചിട്ടിരിക്കണം. അപ്പം എല്ലാവരും വരണോട്ടെ, ശനി ഞായറാ പെരുന്നാൾ. അപ്പം അങ്ങനെ ചങ്കളെ ഡേറ്റ് മറക്കണ്ട. നാളെ 26, 27, 28 പെരുന്നാൾ. അപ്പോൾ കൈ കൊട്ടാൻ പറഞ്ഞപ്പോൾ ഞാനൊന്ന് കൈ കൊട്ടുണ്ട്, വേറെ ആരും കൈയൊന്നും കൊട്ടണമെന്നില്ല. ആ പെങ്കൊച്ച അവിടെ കിടന്ന് പാടി തിമിർക്കണ്ട്. എല്ലാവരും നിർവികാരതയോട് കൂടി ഇരിക്കണേ, ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല ചങ്കളെ. നമ്മുടെ താണിശ്ശേരി പള്ളിയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ പൊളിച്ചടയ്ക്കാനെ. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകാം. നമ്മൾ ഗാനമേള കുറച്ച് നേരം കണ്ടുള്ളൂ, കാരണം മക്കൾ വീട്ടിലൊറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ വേഗം ചെല്ലണം, ഒന്നൊന്ന് കറങ്ങി റൗണ്ട് അടിച്ച് വരട്ടേന്ന് പറഞ്ഞിട്ടൊന്ന് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. പള്ളിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിക്കൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാൻ ചങ്കളെ. മക്കളവിടെ കാത്തിരിക്കുന്നുണ്ട്. നേരം വൈകിക്കഴിഞ്ഞാൽ എൻ്റെ ഏഞ്ചൽസ് എന്നെ വീട്ടിലേക്ക് കയറ്റത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അവർക്ക്, അവളുമാരെന്നെ ഓടിക്കും. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാം ചങ്കളെ. ഓക്കെ. അപ്പം ചങ്കളെ, അപ്പം നമ്മുടെ മാളപ്പള്ളിയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം മാളപ്പള്ളിത്തെ പെരുന്നാളിൻ്റെ തുടക്കത്തിൻ്റെ ഗാനമേള അവിടെ നടക്കുന്നുണ്ട്. ഒരു അടിപൊളി ഗാനമേള നടക്കുന്നുണ്ട്. അപ്പം നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം പള്ളിയുടെ ലൈറ്റ് ഇട്ടിട്ടില്ല, വണ്ടി പോണതിൻ്റെ പേരിൽ ഒച്ച കേൾക്കില്ല, സോറി ചങ്കളെ. അപ്പം പള്ളിയിലത്തെ ലൈറ്റ് ഇട്ടിട്ടില്ല, ബാക്കി ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പള്ളിയുടെ ലൈറ്റ് നാളെ ഇടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നാളത്തെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ RK ഏഞ്ചൽസിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം ചങ്കളെ. അപ്പോൾ ടാറ്റ ബൈ ബൈ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ ചങ്കളെ. എല്ലാവർക്കും നല്ലത് പറ്റുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ.